ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കേരള കർഷക സംഘം ചേലക്കര ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൊണ്ടാഴി നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മായന്നൂർ കടവിൽ പച്ചക്കറി തൈകളുടെ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം ചേലക്കരയിൽ സെപ്റ്റംബർ 5-6 തീയതികളിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി വിപുലമായ കാർഷിക പദ്ധതികൾക്ക് കൊണ്ടാഴിയിൽ തുടക്കമായി. ഓരോ മേഖലയുടെയും നേതൃത്വത്തിൽ 100 വീടുകളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊണ്ടാഴി നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ചത്. ഇതിനായി വീടുകളിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്യും. മായന്നൂർ കടവിൽ വെച്ച് നടന്ന നടീൽ ഉത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റുമായ PA ബാബു നിർവഹിച്ചു. പ്രിയപ്പെട്ട സഖാക്കളെ, കർഷക സംഘം സുഹൃത്തുക്കളെ, സഖാവ് അമ്പിളിയേട്ടൻ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ 37ാം ദേശീയ സമ്മേളനത്തിന്റെ മുന്നോടിയായി നമ്മുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ സെപ്റ്റംബർ 18, 19, 20 തീയതികളിലാണ് നടക്കുന്നത്. തൃശൂർ ജില്ലാ സമ്മേളനം ചേലക്കരയിലാണ് തവണ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓണം കഴിഞ്ഞ് പിറ്റത്താഴ്ച സെപ്റ്റംബർ 5, 6 തീയതികളിലാണ് തൃശൂർ ജില്ലാ സമ്മേളനം. അതിന്റെ സംഘാടക സമിതി ജൂൺ മാസം 11 എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. 11-ന് നമ്മുടെ പാർട്ടിയുടെ ഒരു പരിപാടി വരുന്നതുകൊണ്ട് 12-ലേക്ക് സംഘാടക സമിതി രൂപീകരണം നടക്കും. സമ്മേളനം വിജയിപ്പിക്കുന്നതിനുള്ള സംഖ്യ സമാഹരിക്കുന്നത് കർഷക വീടുകളിൽ, കൃഷിക്കാരുടെ വീടുകളിൽ ഒരു ഉണ്ടിയപ്പാനി എന്നല്ലേ പറയുന്നതിനെ ഡബ്ബ വെച്ച് ഓരോ വീടുകളിൽ നിന്നും 2 മാസക്കാലം ജൂൺ 15 മുതൽ ആഗസ്റ്റ് 15 വരെയുള്ള 2 മാസം ഓരോ കർഷകന്റെ വീട്ടിലും വെച്ച് കർഷക ഭവനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവന ഉപയോഗിച്ച് സമ്മേളന ചെലവിനുള്ള പൈസ ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചത്. അതിനോടൊപ്പം സമ്മേളനത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ, അതായത് പച്ചക്കറി, പയർ ഉൽപ്പന്നങ്ങൾ, നെല്ല് തുടങ്ങിയവ നമ്മുടെ ഏരിയയ്ക്കകത്ത് ഉത്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. കർഷക സംഘം കൊണ്ടാഴി നോർത്ത് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സുബിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 5-6 തീയതികളിൽ ചേലക്കര വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൗജന്യമായിട്ട് പച്ചക്കറി തൈ വിതരണം ചെയ്യണമെന്നൊരു നിർദ്ദേശമുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി, CPIM കൊണ്ടാഴി ഏരിയ സെക്രട്ടറി T ഗോകുലൻ, ലോക്കൽ സെക്രട്ടറി CA സുനിൽ, കർഷക സംഘം മേഖലാ സെക്രട്ടറി അമ്പിളി പുഴയോരം തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഒട്ടനവധി കർഷക സുഹൃത്തുക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നേതൃത്വത്തിൽ ഇവിടെ വിത്തിടൽ ചടങ്ങാണ് നടന്നത്. നമുക്കറിയാം, ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കർഷകരുടെ വീടുകളിലേക്കൊക്കെ തന്നെ ഇതിന്റെ ഒരു സന്ദേശം എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ വിത്ത് മുളപ്പിച്ച് തൈ എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു സംരംഭം ഒരുക്കിയത്. ഇത് വിത്ത് ഇട്ടാൽ മാത്രം പോരാ, അത് മുളച്ചു വന്ന് തൈയായി നമുക്കത് കർഷകരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതൊരു ഫോളോ അപ്പും കൂടി ഉണ്ടായാലാണ് അതിൽ നിന്ന് എന്തെങ്കിലും കായ്ഫലം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്താനും കൂടി. നമുക്ക് കിട്ടുക എന്നുള്ളതല്ല, കർഷകർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് ഉപയോഗിക്കാനായിട്ട് അത് കിട്ടാം എന്നുള്ള ഒരു ഉറപ്പും കൂടി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കർഷക സംഘ മേഖലാ കമ്മിറ്റിയിലെ എല്ലാ പ്രവർത്തകരും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നും അതോടൊപ്പം തന്നെ കർഷക സംഘത്തിന്റെ ജില്ലാ സമ്മേളനം നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് CCV.